സോ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഓൺ ദ ഇക്വിറ്റോറിയൽ ലൈൻ ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ. ഇതിന്റെ ഡെറിവേഷൻ ആണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. സോ ഡെറിവേഷൻ പഠിക്കുന്നതിന് മുമ്പ് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഫിഗർ വരയ്ക്കുന്നത് പഠിക്കണം. കാണാതെ പഠിക്കുന്നതിനേക്കാളും നല്ലത് ഇതെങ്ങനെയാണ് വന്നതെന്ന് അറിഞ്ഞിട്ട് പഠിക്കുന്നതാണ് എളുപ്പം. സോ നമുക്ക് ഫസ്റ്റ് ഫിഗർ എങ്ങനെ വരയ്ക്കണമെന്ന് പഠിക്കാം. അതിൽ ഒരു ഇലക്ട്രിക് ഡൈപോൾ ഉണ്ട്. ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. ആ സ്മോൾ ഡിസ്റ്റൻസിന് നമ്മൾ 2a ആയിട്ട് എടുത്തു. ഈ 2a നമ്മൾ പകുതിയായിട്ട് വിരിച്ച് എയും ആയി കൊടുത്തു. ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് ചാർജ് വയ്ക്കുകയാണ്. ഈ ഒരു ഇതിന്റെ സെൻട്രലായിട്ട് ഒരു ടെസ്റ്റ് ചാർജ് വയ്ക്കുകയാണ്. ഇവിടെ നമ്മൾ ആ ടെസ്റ്റ് ചാർജ് വെച്ച് ഈ ടെസ്റ്റ് ചാർജിനെ എ എന്ന് മാർക്ക് ചെയ്തു. അതിന്റെ ഇതെന്ന് പറയുന്നത് പോസിറ്റീവാണ്. അടുത്ത് മാർക്ക് ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചാൽ ഈ സെൻറ്റർ തൊട്ട് ഈ എ വരെയുള്ള ഡിസ്റ്റൻസ്. സെൻറ്റർ തൊട്ട് ആ എ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ ആയിട്ട് മാർക്ക് ചെയ്തു. ഇനി അടുത്ത് അതേപോലെ തന്നെ -q തൊട്ട് എ വരെയും +q തൊട്ട് എ വരെയുള്ള ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യാം. അത് മാർക്ക് ചെയ്യാം. ഇനി അടുത്ത് പൈതഗോറസ് തിയറം വെച്ചിട്ട് ഈ ഡിസ്റ്റൻസ് എത്രയായിട്ടും ഈ ഡിസ്റ്റൻസ് എത്രയായിട്ടും പൈതഗോറസ് തിയറം വെച്ചിട്ട് ഇപ്പൊ ഇങ്ങനെ റൈറ്റ് ട്രയാങ്കിൾ വരികയാണെങ്കിൽ ഇത് r, ഇത് a ആണെങ്കിൽ ഇതെന്ന് പറയുന്നത് r² + a². ഇവിടെ എന്ന് പറയുന്നത് എന്തുവാ? √r² + a². അതേപോലെ ഈ സൈഡും √r² + a². ഇനി നമുക്ക് ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എങ്ങോട്ടാണെന്ന് നോക്കാം. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി നോക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുന്ന ചാർജ് പോസിറ്റീവ്, ഇവിടെ ഇരിക്കുന്ന ചാർജ് പോസിറ്റീവ്. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാൽ പോസിറ്റീവും എന്ത് പറ്റും? റിപ്പൽ ചെയ്യും. അപ്പൊ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഇങ്ങോട്ടായി. അടുത്ത അപ്പുറത്തെ സൈഡ് വരുമ്പോൾ ഇവിടെ ഇരിക്കുന്നത് പോസിറ്റീവ്, ഇവിടെ ഇരിക്കുന്നത് നെഗറ്റീവ്. അപ്പൊ എന്ത് പറ്റും? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ചാർജ് അട്രാക്ട് എന്നല്ലേ. അപ്പം ഈ ചാർജിനെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യാൻ നോക്കും. അപ്പം ഇവിടെ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഇങ്ങോട്ടായിരിക്കും. നമ്മൾ അതിനെ ഇ എന്ന് മാർക്ക് ചെയ്തു, ഇതിനെ ഇ എന്ന് മാർക്ക് ചെയ്തു. ഇനി അടുത്ത് ഇതാണ് അതിന്റെ റിസൾട്ടന്റ്. നമുക്ക് വേണ്ടത് ഇതാണ്. അപ്പോൾ ഇവർ മേക്ക് ചെയ്യണ ആംഗിൾ എന്ന് പറയുന്നത് ഇവിടെ ഇത്രയും മേക്ക് ചെയ്യണ ആംഗിൾ ഇപ്പൊ നമുക്ക് 2θ ആണെന്ന് വെച്ചു. അപ്പൊ ഇത് ടോട്ടലായിട്ട് 2θ. കാരണം ഈ ഒരു ആംഗിളിനെ θ എന്ന് വിളിക്കും, ഈ ഒരു ആംഗിളിനെ വീണ്ടും θ എന്ന് വിളിക്കും. ഇനി അടുത്ത് നമുക്ക് കോസ് കമ്പോണന്റും സൈൻ കമ്പോണന്റും കണ്ടുപിടിക്കണം. അതിന് മുമ്പേ ജസ്റ്റ് ഇതൊന്ന് മാറ്റി ലാസ്റ്റ് ആവശ്യം അത് ഞാൻ പുറത്തോട്ട് എഴുതുകയാണ്. പുറത്ത് വെച്ചിട്ട് √r² + a². ഈ സൈൻ കമ്പോണന്റും കോസ് കമ്പോണന്റും ആണ് നമുക്ക് വേണ്ടത്. അപ്പം സൈൻ കമ്പോണന്റും കോസ് കമ്പോണന്റും ചെയ്യുമ്പോൾ നമ്മൾ സപ്പോസ് ഇങ്ങനെ ഒരു ഇതിരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവിടെയാണ് ആംഗിൾ വരണമെങ്കിൽ ഇവിടെ ഒരു θ എന്ന് പറയുന്ന ആംഗിൾ കിടക്കുന്നത്. ഇവിടെ എന്തെങ്കിലും ഇപ്പൊ ഈ അല്ലേ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ തന്നെ കിടക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ ആംഗിൾ വരുന്നത്. അപ്പൊ ഈ ആംഗിളിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗം കോസ് കമ്പോണന്റ് ആണ്. അപ്പം നമ്മൾ ഇതിനെ ഈ കോസ് θ എന്ന് വിളിക്കും. ഈ ആംഗിൾ ഇല്ലാത്തൊരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തിന് നമ്മൾ ഈ സൈൻ θ എന്ന്. അതായത് ഈ കോസിനോട് ചേർന്ന് കിടക്കുന്ന കോസിനോടല്ല, ഈ തീറ്റയോട് ചേർന്ന് കിടക്കുന്ന ലൈനിനെ നമ്മൾ ഈ കോസ് θ എന്ന് എഴുതും. ഇതിനോട് ചേർക്കണം ഈ സൈൻ θ എന്ന് എഴുതും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പം ഇവിടെയാണ് നമ്മുടെ സൈൻ കമ്പോണന്റ് വരുന്നത്. അതായത് തീറ്റയോട് ചേർന്ന് കിടക്കുന്നത് ഈ ലൈനിൽ. അപ്പൊ ഇവിടെ വരുമ്പോൾ ഈ കോസ് θ, ഇതെന്ന് പറയണത് ഈ സൈൻ θ. സിമിലർലി ഈ താഴത്ത്, അപ്പം താഴത്ത് വരുമ്പോൾ ഈ ഒരു ലൈനാണ് കോസ് θയോട് ചേർന്ന് കിടക്കുന്നത്. അപ്പം
ഇതെന്ന് പറയുന്നത് വീണ്ടും ഈ കോസ് തീറ്റ. ഈ താഴെ കിടക്കണയാണ് ഈ സൈൻ തീറ്റ. സോ ഈ സൈൻ തീറ്റ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ട് ആയതുകൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ക്യാൻസൽ ആയി പോവുക. അതിന്റെ ആവശ്യം നമുക്കില്ല. അത് രണ്ടും 0 ആയി പോകും. ആവശ്യമില്ല, അത് വെട്ടിപ്പോവും. പക്ഷെ ഈ കോസ് തീറ്റ ഉണ്ടോ, ഈ കോസ് തീറ്റ നമ്മൾ രണ്ടും സെയിം ഡയറക്ഷനിലാണ്. രണ്ട് സെയിം ഡയറക്ഷനിലായതുകൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആഡ് ആവും. ഇത് രണ്ടും കൂടി ആഡ് ആയിട്ട് നമ്മളെ ഈ നെറ്റ്, ഇതല്ലേ നമ്മളെ നെറ്റ്, അതായത് ഈ നെറ്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പം ടോട്ടൽ ഈ നെറ്റ് എന്ന് പറയുന്നത് 2e cos θ എന്ന് പറയും. 2e cos θ എങ്ങനെ വന്നത്, അതായത് നമ്മൾ രണ്ട് കമ്പോണന്റ്, ഈ രണ്ട് കമ്പോണന്റ് തമ്മിൽ ഒരു മിനിറ്റ്, ഈ 2θ കിടന്നാണ്. ഈ cos θ പ്ലസ് ഈ cos θ ആണ് 2e cos θ. അത് നമുക്ക് പ്രൂഫിലോട്ട് പോവാം. നമുക്കറിയാം ഈ നെറ്റ് എന്ന് പറയുന്നത് 2e cos θ, 2e cos θ. ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കണം. നമുക്ക് ഇതിൽ നമ്മൾ cos θ വാല്യൂ കണ്ടുപിടിക്കണം. cos θ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് എന്നാണ്. സോ ഫസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇവിടെ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിൾ തീറ്റ ആയിരിക്കും. അപ്പൊ ഇതൊരു ഇക്വലേറ്റർ, ഇപ്പം പേര് പറയും പോലെ തന്നെ ഇതൊരു ഇക്വലേറ്ററിലാണ്. അപ്പൊ ഇവിടെ തീറ്റ ആണെങ്കിൽ ഇവിടെയും തീറ്റ ആയിരിക്കും. അപ്പം ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണെങ്കിൽ ഇത് വെച്ചിട്ട് കോസ് തീറ്റയുടെ വാല്യൂ എത്ര ആയിരിക്കും? കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് കോസ് തീറ്റ അഡ്ജസൻറ്റ് സൈഡ് എ ബൈ ഹൈപ്പോട്ടനസ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, എ ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. കോസ് തീറ്റയുടെ വാല്യൂ നമുക്ക് കിട്ടി. കോസ് തീറ്റയുടെ വാല്യൂ നമുക്ക് എ ബൈ. സോ ഇനി അടുത്ത് ഇതിന്റെ അകത്ത് ഇപ്പൊ നമുക്ക് ഇവിടെ ഇപ്പൊ കോസ് തീറ്റ കിട്ടി. ഇനി അടുത്ത് വേണ്ടത് ഈ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ജനറൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ E = 1/4πε0 Q by R സ്ക്വയർ എന്നാണ്. ഇത് വെച്ചിട്ട് വേണം നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാൻ. അപ്പൊ E = 1/4πε0 ഇൻറ്റു Q ബൈ, ഇവിടെ R എന്ന് ഇവിടെ ഈ R എന്ന് പറയുന്നത് ഈ R അല്ല, അതിന് പകരം എടുക്കണതെന്ന് വെച്ചാൽ ഈ പ്ലസ് ക്യൂ തൊട്ട് ഈ എ വരെയുള്ള ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ മൈനസ് ക്യൂ തൊട്ട് എ വരെയുള്ള ഡിസ്റ്റൻസ്, രണ്ടും ഒരേ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. അതായത് റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ് നമ്മുടെ ആർ സ്ക്വയർ എന്ന് പറയുന്നത്. റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ. ഇതിനെ നമുക്ക് 1/4πε0 Q ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് എഴുതാം. സോ ഇതിനെ നമ്മൾ 3 ആയിട്ട് മാർക്ക് ചെയ്യും. ഇനി വേറെ ഒന്നുമില്ല, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. അടുത്ത് ചെയ്യാൻ പോകുന്നത് സബ്സ്റ്റിറ്റ്യൂട്ടിങ് 2 ആൻഡ് 3 in 1. അതായത് ഈ നെറ്റ് എന്ന് പറയുന്നത് 2e cos θ. നമുക്ക് കിട്ടിയ ഇയുടെയും കോസ് തീറ്റയുടെയും വാല്യൂ എടുത്ത് ഇതിൽ കൊടുക്കുക. ഈ നെറ്റ് എന്ന് പറയുന്നത് 2 ഇൻറ്റു 1/4πε0 Q ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു എ ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. 2 ഇൻറ്റു 1/4πε0 Q ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ റൈസ് ടു 3/2. ഇതെങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ, അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് a⁻m ഇൻറ്റു a⁻n ഈസ് ഈക്വൽ ടു a⁻m പ്ലസ് n. അപ്പം ഇവിടെ a എന്ന് പറയുന്നത് a⁻m എന്ന് പറയുന്നത് ഇതാണ്.
ഇത് എ റൈസ് ടു എൻ എന്ന് പറയുന്നത് ഇതാണ്. ഇവിടുത്തെ എ റൈസ് ടു എമ്മിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1, ഇവിടെ എന്ന് പറയുന്നത് 1/2. ഇത് സോ 1 പ്ലസ് 1/2 എന്ന് പറയുന്നത് 3/2 ആണ്. ഇങ്ങനെ വരാൻ കാരണം ഇൻറ്റു എ. ഇനി ഇലക്ട്രിക് ഡൈപോളിന് ഒരു ഫോർമുലയുണ്ട്. ഇലക്ട്രിക് ഡൈപോളിന്റെ ഫോർമുല P is equal to 2AQ എന്നാണ്. അപ്പൊ മുകളിൽ ഒരു 2 ഉണ്ട്, ഒരു A ഉണ്ട്, ഒരു Q ഉണ്ട്. അപ്പൊ നമ്മൾ അതിനെ എന്ത് ചെയ്യും? 1/4πε0 P by R square plus A square raised to 3/2. Suppose R എന്ന് പറയുന്നത് എക്കാളും വളരെ വളരെ വലുതാണ് എങ്കിൽ നമുക്ക് എ 0 ആയിട്ട് എടുക്കാം. ആ സമയത്ത് ഇതെന്താവും? 1/4πε0 P by R square raised to 3/2. R square raised to 3/2 2ഉം 2ഉം കട്ടാകും. അപ്പം എന്ത് 1/4πε0 P by R cube എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതാണ് നമുക്ക് വേണ്ട രണ്ട് വാല്യൂസ്. അത്രേ ഉള്ളൂ, സിമ്പിൾ.